എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാണാൻ എനിക്കധികം. മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് നെയ്യാറ്റിൻകര സ്വദേശിയും സഞ്ചാര സുവിശേഷകനും ബീഹാറിൽ മിഷണറിയും അപ്പോസ്തോലിക് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ ടാമി നെയ്യാറ്റിൻകര യഫദ ചർച്ച് ശുശ്രൂഷകനുമായ PS നിവിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. 8-ാം വയസ്സിൽ അന്ധതയുടെ മൂടുപടം അണിയുകയും തുടർന്ന് അകക്കണ്ണിൽ നിറഞ്ഞ ദൈവിക വെളിച്ചത്തിൽ സഞ്ചരിച്ച് ദൈവിക ശുശ്രൂഷകളിൽ സഞ്ചാര സുവിശേഷകനായും ക്രിസ്തീയ ഗായകനായും മിഷണറിയായും ക്രിസ്തുവിൽ പ്രശോഭിക്കുന്ന നിവിൻ തൻ്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുകയാണ്. എൻ്റെ പേര് നിവിൻ എന്നാണ്. സ്വദേശം നെയ്യാറ്റിൻകരയാണ്. ഞാൻ പഠിച്ചത് PG കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബൈബിൾ കോളേജിൽ MDiv കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം അവസരം തന്നു. എന്തുകൊണ്ട് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ന് MA എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ കാര്യമല്ല. കാരണം ഡോക്ടറേറ്റ് എടുത്ത ഒത്തിരി പേരുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എനിക്കിത് പറയേണ്ടി വരും, പറയണം. എന്നാലേ അതിലൊരു മഹത്വം ഉണ്ടാകത്തുള്ളൂ, ദൈവത്തിനൊരു മഹത്വം ഉണ്ടാകത്തുള്ളൂ. ഞാൻ ജനിച്ചത് ഈ ലോകത്ത് ഒരു കാഴ്ചയുള്ള വ്യക്തിയായിട്ടാണ് ഈ ലോകത്തിൽ കർത്താവ് എന്നെ ജനിപ്പിച്ചത്. ഒരു നല്ല ലോകത്തെ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ, ഈ ലോകം, സുന്ദരമായ ലോകത്തൊക്കെ കാണാൻ ദൈവം എനിക്ക് 8 വയസ്സ് വരെ മാത്രം എൻ്റെ ലൈഫിൽ ഭാഗ്യം തന്നുള്ളൂ. എന്നാൽ 8 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ 2 കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ട് 2 ആഴ്ച കൊണ്ട് ഇരുട്ടിൻ്റെ ലോകത്തിലേക്ക് തള്ളപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ആവശ്യങ്ങൾ വേറൊരാളെ ആശ്രയിക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ അതെനിക്ക് 8 വയസ്സ് വരെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്കത് ഉണ്ടായുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന വലിയൊരു സംഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഈ വൈകല്യം എന്ന് പറയുമ്പോൾ അത് ചുമക്കുന്ന ആളും അത് വഹിക്കുന്ന ആളും അത് കൊണ്ടു നടക്കുന്ന ഒരു കുടുംബം, ആ വേദന പറയുന്നതിനേക്കാൾ അപ്പുറമാണ്. നമ്മൾ പലപ്പോഴും പലരെയും പല പേരും പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് അത് എത്രത്തോളം ഭാരമാണെന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു. വെക്കേഷൻ സമയത്താണ് എൻ്റെ കണ്ണിൽ കഠിനമായ ചുവപ്പ് വരികയും അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് എപ്പോഴും കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഠിനമായ തലവേദന, ഒന്നും കഴിക്കാൻ കഴിയാതെ വൊമിറ്റിങ്ങും, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് മുതിർന്നവർ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, ഇത് ചൂട് സമയത്തുണ്ടാകുന്നതാണ്, കണ്ണിനുണ്ടാകുന്ന ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ സ്ഥിതി വഷളാകാൻ തുടങ്ങി, എൻ്റെ അവസ്ഥ വളരെ മോശമാകാൻ തുടങ്ങി. അങ്ങനെ ട്രിവാൻഡ്രത്തെ ഐ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. എൻ്റെ ഡോക്ടേഴ്സ് വളരെ വിശദമായി എന്നെ പരിശോധിക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന് ഓർക്കുന്നു, എത്രയോ ഡോക്ടേഴ്സ് എന്നെ വന്ന് പരിശോധിച്ചത് ഞാൻ ഇന്നും മറക്കാൻ കഴിയാത്ത ഒരു ചിത്രമാണ്. അവരിത്രയും എന്നെ ഗൗരവമായി പരിശോധിക്കാൻ കാരണം റെറ്റീന ബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞ ആ ക്യാൻസർ രോഗമാണ് എൻ്റെ 2 കണ്ണുകളിൽ ബാധിച്ചത്. എൻ്റെ ഡോക്ടർ എൻ്റെ പിതാവിനോട് പറഞ്ഞത്, 39 ദിവസം മാത്രമേ നിവിൻ എന്ന് പറയുന്ന വ്യക്തി ജീവിക്കത്തുള്ളൂ, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും, അവന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുക, നമ്മളെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല. എൻ്റെ പിതാവ് പറഞ്ഞ് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞങ്ങൾ ചിലവാക്കാം. ഡോക്ടേഴ്സ് പറഞ്ഞത് വേണമെങ്കിൽ ഈ കണ്ണിനെ റിമൂവ് ചെയ്ത് മാറ്റാമെന്നല്ലാതെ നമ്മളെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എത്ര പൈസ തന്നാലും ഇത് നമ്മളെ കൊണ്ടൊന്നും നടക്കുന്ന കേസല്ല, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് തിരുവനന്തപുരം കണ്ണാശുപത്രി എൻ്റെ ഫയൽ ക്ലോസ് ചെയ്തു. ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഫയലിനെ ക്ലോസ് ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി.
2 ആഴ്ച കൊണ്ട് ഇരുട്ടിൻ്റെ ലോകത്തിലേക്ക് തള്ളപ്പെട്ടു. ഓടി നടന്ന് നല്ല ആക്റ്റീവായി ചാടി നടന്ന് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും അറ്റൻഡ് ചെയ്യുന്നതിരുന്ന ഞാൻ പെട്ടെന്നൊരു മൂലയ്ക്ക് ഒതുങ്ങിപ്പോയി. പെട്ടെന്നൊരു വീട്ടിൻ്റെ ഒരു മുറിക്കകത്ത് ഒതുങ്ങിപ്പോയി. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ വാക്കുകൾക്കും അപ്പുറമാണ്. ഞാനിന്ന് ഉപയോഗിക്കുന്ന മലയാള വാക്കിനേക്കാൾ അതിനെനിക്ക് വിവരിക്കാൻ കഴിയില്ല. അത്ര ഭയാനകമായിരുന്നു, ആ വേദനാജനകമായിരുന്നു ആ നിമിഷങ്ങളെന്ന് പറയുന്നത്. എനിക്കെന്നും സർവശക്തൻ കൂടെ ഉണ്ട്, തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യൂ പ്രത്യാശയോടെ, ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ. ടാമി നെയ്യാറ്റിങ്കര എഫദ ചർച്ച് ശുശ്രൂഷകൻ എന്ന നിലയിലും സഞ്ചാര സുവിശേഷകൻ എന്ന നിലയിലും പരസ്യ യോഗങ്ങളിലും നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിലും നിവിൻ സജീവ സാന്നിധ്യമാണ്. സത്യത്തിൽ അന്ന് ആ വാക്ക് അത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം മരണത്തോട് മല്ലടിക്കുന്ന ഒരു മൂത്ത മകൻ, അതുപോലെ തന്നെ 39 ദിവസം ഇത്രയും വലിയ മാരകമായ രോഗം. അപ്പോഴേ ദൈവദാസൻ പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പറഞ്ഞോട്ടെ, പ്രാർത്ഥനയ്ക്ക് സകലത്തെയും തുറക്കാൻ കഴിയും, പ്രാർത്ഥനയ്ക്ക് സകലത്തെയും മാറ്റാൻ കഴിയും, പ്രാർത്ഥനയ്ക്ക് വലിയ മരണങ്ങളെ മാറ്റാൻ കഴിയും. എന്നെ മരണത്തിൽ നിന്നാണ് തമ്പുരാൻ എന്നെ രക്ഷിച്ചത്. അത്രയും വലിയ രോഗത്തിൽ നിന്നാണ് തമ്പുരാൻ എന്നെ രക്ഷിച്ചത്. ഏതാണ്ട് 69 ദിവസം എന്നെ ഡിസ്ചാർജ് കാർഡ് വാങ്ങി എൻ്റെ വീട്ടിൽ 69 ദിവസം പ്രാർത്ഥനയും കണ്ണുനീരുമായിരുന്നു. 69 ദിവസം എന്നെ ഒരു ശവത്തെ കിടത്തുന്നത് പോലെ കിടത്തി. എൻ്റെ ശരീരം മുഴുവൻ തല മുതൽ കാല് വരെ ദൈവദാസന്മാരുടെ കണ്ണുനീരൊഴുക്കി എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് വേണ്ടി അവർ കരയുമായിരുന്നു. എനിക്കറിയത്തില്ല എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 8 വയസ്സുകാരന് അറിയത്തില്ല. വളർന്നു വന്നു, ഇതിൻ്റെ സീരിയസ്നെസ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത്രയും വലിയ വേദനയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ഇന്നും ഞാൻ അതൊന്നും മറക്കാൻ കഴിയാത്ത ചിത്രങ്ങളായി എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കിടക്കുന്നു. അങ്ങനെ എൻ്റെ 69ാമത്തെ ദിവസത്തിൽ എൻ്റെ കണ്ണിലെ ആ ഘടനയ്ക്ക് മാറ്റം വരുന്നു, ആ കഠിനമായ ചുവപ്പ് മാറ്റം വരുന്നു, വലിയ ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്, വലിയ വലിയ മാറ്റം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് ഞാൻ എന്തുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം പറഞ്ഞു, എന്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇരുട്ടിൻ്റെ ലോകത്തിലേക്ക് തള്ളപ്പെട്ടു പോയ എനിക്ക്, സകലതും അടഞ്ഞുപോയ എനിക്ക് പരിശുദ്ധാത്മാവ് ദൈവം ഇത്രത്തോളം അത്ഭുതം ചെയ്യാൻ കഴിയുമെങ്കിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ അസാധ്യമല്ലല്ലോ. നമ്മുടെ ലൈഫിലാണ് നമുക്ക് പല കാര്യങ്ങൾ അസാധ്യമാണ്. പല കാര്യങ്ങളും നമ്മൾ പറയും നോക്കാമെന്ന് പറയും. പക്ഷേ യേശു കർത്താവ് നോക്കാമെന്ന് പറയത്തില്ല. യേശു കർത്താവിന് എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ചെയ്യാൻ കഴിയും. അങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. 2 വർഷം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. മാനസികമായി ഞാൻ ഒത്തിരി തകർന്നു പോയി. കാരണം ഞങ്ങൾക്കോ എനിക്കോ ഞങ്ങളുടെ വീട്ടുകാർക്കോ ആർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാനൊരു അന്ധനാണ്, ഞാനൊരു കാഴ്ചയില്ലാത്ത വ്യക്തിയാണെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒപ്പം എൻ്റെ വീട്ടുകാർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എൻ്റെ സഹോദരങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ എനിക്ക് വല്ലാത്ത മാനസികമായ വേദന ഉണ്ടായിരുന്നു. 2 വർഷം കഴിഞ്ഞ് ഞാൻ വയലൻ്റ് ആകാൻ തുടങ്ങി. കാരണം അവർ നല്ല ബ്രൗൺ പേപ്പർ ഇട്ട ബുക്കിലൊക്കെ എഴുതുമ്പോൾ, നല്ല സ്കെച്ച് പെന്നും സ്കെയിലും പെൻസിലും ഒക്കെ യൂസ് ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് ഭയങ്കരമായ നിരാശ വന്നു. അത് വയലൻസിലോട്ട് പോയി. അങ്ങനെ എൻ്റെ മാതാപിതാക്കൾ അന്വേഷിച്ചു, കാഴ്ചയില്ലാത്തവർക്ക് എന്താണ് ചെയ്യാൻ, അവർക്ക് എന്താണ് പഠിപ്പിക്കാൻ കഴിയുക, അവർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അവർ അന്വേഷിച്ചു. ദൈവം സഹായിച്ച് ട്രിവാൻഡ്രത്ത് തന്നെ അന്ധവിദ്യാലയം ഉണ്ടായിരുന്നു, വഴുതക്കാട് അന്ധവിദ്യാലയം ഉണ്ടായിരുന്നു. അങ്ങനെ ആ അന്ധവിദ്യാലയത്തിൽ ബ്ലൈൻഡ് സ്കൂളിലേക്ക് എൻ്റെ പാരൻസ് എന്നെ കൊണ്ടുപോയി. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഭയാനകം എൻ്റെ ജീവിതത്തിൽ. കാരണം ഇരുട്ടിൽ നിന്നും ഇരുട്ടിലേക്ക് വീണ്ടും തള്ളപ്പെടുന്നു. കാരണം അവിടെ കുറച്ച് പേർക്ക് മാത്രമേ, വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമേ കണ്ണ് കാണാൻ കാഴ്ചയുള്ളൂ. ബാക്കി എല്ലാവരും
കാഴ്ചയില്ലാത്തവരാണ്, കാഴ്ച പരിമിതി ഉള്ളവരാണ്. വളരെ സ്ട്രഗിളിംഗ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു. പക്ഷേ ഞാനാക്കിയത് ബ്ലൈൻഡ് സ്കൂളാണ്. അങ്ങനെ 3-ാം ക്ലാസ്സിൽ സ്റ്റോപ്പായ എൻ്റെ വിദ്യാഭ്യാസം വീണ്ടും എന്നെ 3-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് പഠിച്ച് 10th കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം അവസരം തന്നു. +2, ഡിഗ്രി, ഇതോരോന്നും എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഘട്ടം ഘട്ടമായി എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം ചെയ്തു തന്നു. പഠിക്കാൻ കഴിയത്തില്ല, ഇനി മുന്നോട്ടൊരു യാത്രയില്ല, മുന്നോട്ടൊരു ജീവിതമില്ലെന്ന് എല്ലാവരും വിധി എഴുതി. ഒപ്പം ഞാനും ചിന്തിച്ചു, ഇനി പഠിക്കാൻ കഴിയില്ല, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം ഓരോന്നോരോന്ന് എൻ്റെ ലൈഫിൽ ചെയ്തു തന്നു. ഓരോന്ന് പഠിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. അവിടെ പോകുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്, മറ്റുള്ളവർ പറയുന്നൊരു കാര്യം, ദൈവമില്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട് വരുമോ, നമുക്കിങ്ങനെ ഒരു ഗതി നമുക്ക് വരുമോ? കാരണം ബാക്കി എല്ലാവരും വീട്ടിൽ സന്തോഷിക്കുന്നു, നമ്മൾ മാത്രം ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നു, നമുക്ക് കാഴ്ചയില്ല. ഇങ്ങനെ മനസ്സ് മുഴുവനും ദൈവമില്ല, ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയത്തില്ല, ദൈവത്തിന് പാർഷ്യാലിറ്റി ഉണ്ട്. ഇതിങ്ങനെ പലരാൽ ഇങ്ങനെ കേട്ട് മനസ്സങ്ങ് ആകെ മരവിച്ചു പോയി. അപകടകരമായ സൗണ്ടുകൾ കേൾക്കുമ്പോൾ ഒക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ മരിച്ചു പോകും. അങ്ങനെ കുറേ ദിവസം എന്നെ ഇത് വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല, പുറത്തു പോകാൻ പറ്റുന്നില്ല, നന്നായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വല്ലാത്ത പൈശാചികമായ ഒരു കാലഘട്ടം. ഒരു രാത്രി ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നുണ്ട്, അങ്ങ് എന്നെ തൊടണമേ, ഞാൻ അങ്ങേക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് ഞാൻ എൻ്റെ 17-ാം വയസ്സിൽ സമർപ്പിച്ചു. അന്ന് രാത്രി എന്നിൽ നിന്ന് ആ മരണഭയത്തെ ദൈവം മാറ്റി. അന്ന് രാത്രിയാണ് ഞാൻ കർത്താവിനെ തിരിച്ചറിയുന്നത്, കർത്താവിൻ്റെ സ്നേഹത്തെ ഞാൻ തിരിച്ചറിയുന്നത്. ഒരു വാക്ക് ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ, നമ്മൾ എത്ര അകന്നു പോയാലും അകന്നു പോകാത്ത ഒരൊറ്റ ആളെ ഈ ലോകത്തുള്ളൂ, അത് നമ്മുടെ യേശു കർത്താവാണ്. ഭൂമിയിൽ ഒരു 10 ദിവസം 20 ദിവസം ആരെയും വിളിച്ചില്ല, പിന്നെ അവരുണ്ടാവില്ലേ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ യേശു കർത്താവ് അങ്ങനെയല്ല. നമ്മൾ വരുന്നത് വരെ തമ്പുരാൻ ആ വഴി തന്നെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാൻ എത്രയോ വർഷം കർത്താവിൻ്റെ പാതയിൽ നിന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ വേറെ തെറ്റിലോട്ടെന്നല്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എനിക്ക് അത്ഭുതങ്ങളിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല, എനിക്ക് യേശുവിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ കാലഘട്ടമായിരുന്നു. പക്ഷേ കർത്താവ് എന്നെ 17-ാം വയസ്സിൽ തിരിച്ചു കൊണ്ടുവരികയാണ്. ദൈവം എൻ്റെ ലൈഫിൽ വലിയ മാറ്റം സംഭവിച്ചു. അന്ന് എൻ്റെ ജീവിതത്തെ ഒരുപാട് കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാൻ തീരുമാനിച്ചു. ദൈവത്തിന് വേണ്ടി ഞാൻ ഇനി ജീവിക്കും. എൻ്റെ കഴിവുകളെല്ലാം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. മിഷണറി കാലഘട്ടത്തിനിടയിൽ ജീവിതത്തിലും ശുശ്രൂഷയിലും പങ്കാളിയായി ബീഹാർ പൂർണി ജില്ലാ സ്വദേശിനിയും സുവിശേഷികയുമായ പ്രേമലത നിവിൻ്റെ ജീവിത സഖിയായി മാറി. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ആദ്യം ഞാനൊരു പാട്ട് പാടി, പരനെ നിന്നെ കാണുവാൻ. എല്ലാവരും ഇപ്പോൾ എൻ്റെ പാട്ടിനൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ടെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ പാടാനുള്ള ഒരു കാലഘട്ടമല്ലായിരുന്നു എൻ്റെ ജനന സമയത്ത്. എൻ്റെ അമ്മ എന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് എന്നെ വളർത്തിയത്. കാരണം എനിക്ക് ക്ലെഫ്റ്റ് പാലറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് മിൽക്ക് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണ്. ഇതിൻ്റെ വേദന എന്താണെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ബന്ധുക്കൾ ചർച്ചക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെ സംസാരിക്കുന്നോ അതേ മൂക്ക് വെച്ച് അവർ തിരിച്ച് മറുപടി പറയും. സത്യം പറയല്ലോ, ഭയങ്കര സങ്കടവും ഭയങ്കര ദേഷ്യമാണ് നമുക്കപ്പോൾ വരുന്നത്. കാരണം നമ്മുടെ ആ അവസ്ഥയിൽ നിന്ന് അവരോട് സംസാരിക്കുമ്പോൾ അവർ പരിഹസിച്ച് നമ്മളോട് മറുപടി പറയും. അതൊക്കെ ചിലരൊക്കെ അത് ചിന്തിക്കും അതൊക്കെ ഒരു തമാശയാണെന്ന്. അതൊന്നും ഒരു തമാശയല്ല, അത് കേൾക്കുന്ന ആൾക്ക് ഭയങ്കര മുറിവാണ്. എനിക്കത് ഭയങ്കര മുറിവായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പേടി, കാരണം ഞാൻ എന്ത് സംസാരിച്ചാലും അവർ ഇതാണ് എന്നോട് മറുപടി പറയുന്നത്. പക്ഷേ അന്ന് വരുമ്പോഴും അല്ലെങ്കിൽ പാടാൻ ഭയങ്കര ആഗ്രഹമാണ്, തബല പ്ലേ ചെയ്യാൻ ആഗ്രഹമാണ്. പക്ഷേ എനിക്ക് ആരും മൈക്ക് തരത്തില്ല. മൈക്ക് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൈക്ക് സ്റ്റാൻഡിൻ്റെ മുമ്പിലൊക്കെ നിന്ന് പാടിയത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ കൊതിച്ചിട്ടുണ്ട് ഒന്ന് മൈക്ക് പിടിക്കാൻ, മൈക്കിലൂടെ എൻ്റെ സൗണ്ട് എങ്ങനെ ആയിരിക്കും എന്ന് കേൾക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. പക്ഷേ ആരും എനിക്ക് മൈക്ക് തന്നിട്ടില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എൻ്റെ ശബ്ദത്തിന് ക്ലാരിറ്റി ഇല്ലല്ലോ. എൻ്റെ ശബ്ദത്തിന് വളരെ നല്ല മെച്ചമല്ല എൻ്റെ ശബ്ദം. റോഡിൽ പാടുന്നവരെ തന്നെ കേട്ടിട്ടില്ലേ, എത്ര സ്വീറ്റ് വോയിസാണ് അവരുടേത്. എന്നാൽ എൻ്റെ വോയിസ് അത്ര നല്ലതല്ല. പക്ഷെ ഞാൻ കേൾക്കുന്ന വാഗ്ദത്തങ്ങൾ, എന്നോട് പറയുന്ന പ്രവചന ശബ്ദങ്ങൾ, ഇവൻ പാടും,
നിവിൻ പ്രസംഗിക്കും, നിവിൻ ഒരുപാട് കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യും, ഇവൻ്റെ ശബ്ദം ദൈവരാജ്യത്തിന് ഉള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ അന്ന് എൻ്റെ മമ്മി ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഈ ദൂതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ആരിവന് മൈക്ക് കൊടുക്കും? ഇവൻ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാകണ്ടേ കർത്താവേ എന്ന് മമ്മി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് അറിയാമെന്നുള്ള നിലവാരത്തിൽ മമ്മി എന്നെ സംഗീതം പഠിപ്പിച്ചു. ആ ഉള്ള ശബ്ദത്തിൽ നിന്ന് എൻ്റെ മമ്മി സംഗീതം പഠിപ്പിക്കാൻ തുടങ്ങി. മമ്മിക്ക് അറിയാമെന്നുള്ള സരിഗമയൊക്കെ എന്നെ പഠിപ്പിച്ചു. 3 ലാംഗ്വേജിലെ പാട്ടുകൾ, ചെറിയ ചെറിയ പാട്ടുകൾ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാള പാട്ടുകളൊക്കെ പഠിപ്പിച്ചു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പാടാൻ തുടങ്ങി. നിങ്ങൾക്ക് കേൾക്കണോ? 14-ാം വയസ്സിൽ എൻ്റെ തൊണ്ടയ്ക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. 14-ാം വയസ്സിൽ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതോടെ എൻ്റെ ജീവിതം മാറി. എന്തുകൊണ്ട് അത് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, അമേരിക്കയിൽ നിന്ന് 8 ഡോക്ടേഴ്സ് ഇന്ത്യയിൽ വന്നിട്ട് ഒരു സ്പെഷ്യൽ ക്യാമ്പ് അവർ ഇന്ത്യയിൽ ചെയ്യുകയാണ്. അതിൻ്റെ ആഡ് കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിവിടെ ബാലരാമപുരത്ത് വെച്ചാണ് അതിൻ്റെ ഒരു ക്യാമ്പ് നടന്നത്. ഞങ്ങൾ പോയി. അതിനു മുമ്പേ എൻ്റെ ഓപ്പറേഷൻ 3 തവണ മാറ്റി വയ്ക്കുകയുണ്ടായി. 3 തവണ മാറ്റി വെച്ചു. അപ്പോൾ പ്രതീക്ഷിച്ചോണ്ടാണ് പോകുന്നത്, ഇതും നടക്കുന്ന കേസല്ല, നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ അവിടെ വന്ന് 200-300 കേസിൽ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത്, വന്നതിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻ നിവിൻ്റെതാണെന്ന് പറഞ്ഞ് എന്നെ അപ്പം തന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏതാണ്ട് 80,000 രൂപയുടെ ഓപ്പറേഷൻ, 1 രൂപ പോലും ചിലവാക്കാതെ ഫുൾ ഓപ്പറേഷൻ, എല്ലാ മെഡിസിനും ആ ക്യാമ്പിലൂടെ ദൈവം എനിക്ക് സൗജന്യമായി തന്നു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എന്താണോ കർത്താവ് നമ്മളെപ്പറ്റി പറയുന്നത് അത് മാത്രമേ ജയിക്കത്തുള്ളൂ. ലോകം എന്ത് പറയുന്നത് നോക്കണ്ട, മെഡിക്കൽ റിപ്പോർട്ട് എന്ത് പറയുന്നത് നോക്കണ്ട, മറ്റ് പ്രതിസന്ധികൾ എന്ത് പറയുന്നത് നോക്കണ്ട. കർത്താവ് എന്താണ് നമ്മളെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് അത് മാത്രമേ ജയിക്കത്തുള്ളൂ. 14 വയസ്സ് വരെ, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ശരിയാകുന്നത് വരെ ലോകക്കാരെല്ലാവരും പറഞ്ഞു, ഇവൻ്റെ പാട്ട് കൊള്ളത്തില്ല, ഇവൻ്റെ ശബ്ദം കൊള്ളത്തില്ല, ഇവൻ ആര് വേദി കൊടുക്കും. പക്ഷേ 14-ാം വയസ്സ് മുതൽ പാടാൻ തുടങ്ങിയതാണ്. ഇന്നും തമ്പുരാന് വേണ്ടി പാടിയിട്ട് ആ കൊതി എനിക്ക് അടങ്ങുന്നില്ല. യേശുപ്പന് വേണ്ടി പാടിയിട്ട് ഇന്നും കൊതി തീർന്നിട്ടില്ല. കർത്താവിന് വേണ്ടി തബല പ്ലേ ചെയ്യാൻ, വർഷിപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ പ്രസംഗിക്കാൻ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ എനിക്കിന്നും ആ കൊതി എൻ്റെ അകത്ത് അടങ്ങിയിട്ടില്ല. എനിക്കത്ര സന്തോഷമാണ് എൻ്റെ കർത്താവിന് വേണ്ടി പാടാൻ. നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല, എന്നു വരും നീ, എപ്പോൾ വരും നീ, അറിയാത്തതിൽ ഞാൻ കാത്തിടുന്നേ, ഞാൻ അറിയാത്തതിൽ ഞാൻ കാത്തിടുന്നേ, ഞാൻ വരണേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ, പരനേ നിൻ മുഖം, പരനേ നിൻ മുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി. അന്ധതയുടെ ജീവിത വഴികളിലും തബലയിലും കീബോർഡിലും പ്രാവീണ്യം നേടി ക്രിസ്തീയ ഗായകനായും സഞ്ചാര സുവിശേഷകനായും യാത്ര തുടരുകയാണ് നിവിൻ. ഒപ്പം ഭാര്യ പ്രേമലതയും. ഞാൻ കഴിഞ്ഞ വർഷം വരെ ഞാൻ ഒരു ചർച്ചിലെ ശുശ്രൂഷകനായിരുന്നു, ചർച്ചിലെ പാസ്റ്ററായിരുന്നു. എന്നാൽ ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു, വടക്കേ ഇന്ത്യയിലേക്ക് പ്രവർത്തിക്കുക, വടക്കേ ഇന്ത്യയിലേക്ക് പോവുക. സത്യത്തിൽ എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. കാരണം അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ഭക്ഷണ രീതി, നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരമല്ല, ഒത്തിരി വ്യത്യാസങ്ങൾ വടക്കേ ഇന്ത്യയിലെ അനുഭവങ്ങളുണ്ട്. ഏതാണ്ട് 6 സംസ്ഥാനങ്ങളിൽ കൃപയാൽ എനിക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞു. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിലും ചെന്ന് കർത്താവിനെ ഉയർത്താൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. അപ്പോഴും എൻ്റെ ആഗ്രഹം അവിടെ പോയി ശുശ്രൂഷിച്ചിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വരിക. എനിക്കിഷ്ടം കേരളത്തിൽ ശുശ്രൂഷിക്കാനാണ്. പക്ഷേ ദൈവശബ്ദം ഞാൻ കേട്ടു, വടക്കേ ഇന്ത്യയിലേക്ക് പോകണം എന്ന് ദൈവശബ്ദം കേട്ടു. അങ്ങനെ കൃപയാൽ ബീഹാറിൽ ഒരു മിഷണറി ആയിട്ട് ഞാനിപ്പോൾ ആയിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ ദൈവം എന്നെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേരളത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസം നമുക്ക് ബീഹാറിൽ കാണാം. ഒട്ടും സ്വീകാര്യമല്ലാത്ത പ്രോബ്ലംസ് അവിടെ ഉണ്ട്. പക്ഷേ
വളരെ സന്തോഷവാനാണ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകം നിങ്ങൾ വീണ്ടും മറന്നു പോകരുത്. എന്തെങ്കിലും ഒരു വഴിയോ വാതിലോ നമുക്ക് അടയ്ക്കപ്പെടുകയാണെങ്കിൽ ദൈവം അടുത്ത് എത്രയോ വഴികൾ, എത്രയോ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. നമ്മൾ അതുമാത്രം കണ്ടാൽ മതി. പക്ഷെ നമ്മുടെ പ്രത്യേകത അടഞ്ഞ വാതിലിനെ നോക്കി നമ്മൾ സങ്കടപ്പെടുക, അടഞ്ഞ വാതിലിനെ നോക്കി, അടഞ്ഞ വഴിയെ നോക്കിയിട്ട് നമ്മൾക്ക് ദുഃഖം വരിക. പക്ഷേ അതിനേക്കാളപ്പുറം ദൈവം ഇപ്പുറത്ത് 7 വഴി തുറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയോ വഴികൾ ദൈവം നമുക്ക് തുറന്നിട്ടുണ്ട്. നമ്മൾ അത് കാണത്തില്ല, അത് മനുഷ്യ സഹജമാണ്. ഈ സാക്ഷ്യത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അടഞ്ഞ വഴിയല്ല നമ്മൾ കാണേണ്ടത്, തുറക്കപ്പെട്ട വഴിയാണ് നമ്മൾ കാണേണ്ടത്. എനിക്കൊരു നല്ല കുടുംബജീവിതം ഉണ്ടാകില്ല എന്ന് എല്ലാവരും വിധി എഴുതി. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1, ഒരു ശുശ്രൂഷ കുടുംബം ആണ്. 2, ഞാനൊരു വികലാംഗനാണ്. അപ്പം വൈകല്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം 2 സമർപ്പണമുള്ള ഒരു പെങ്കൊച്ചായിരിക്കണം എൻ്റെ ജീവിതത്തിൽ വരേണ്ടതെന്ന് ഒരാഗ്രഹം ഞങ്ങൾക്കുണ്ട്. 1, ദൈവരാജ്യത്തിന് ദൈവവേലയോടൊപ്പം സമർപ്പണമുള്ളത്. 2, ഞാനെന്ന വ്യക്തിയുടെ വൈകല്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു സമർപ്പണമുള്ള ഒരു പെൺകുട്ടി വരണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അപ്പം ഞാൻ തമാശയ്ക്ക് പറയും, ഒരു സമർപ്പണം ഉള്ളതിനെ പോലും ഇന്ന് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷേ അപ്പോഴാണോ 2 സമർപ്പണമുള്ളത് എന്നിങ്ങനെ തമാശയ്ക്ക് ഞാൻ പറയുമായിരുന്നു. പക്ഷേ എൻ്റെ കുടുംബം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും എല്ലാവരും ആശംസിക്കും, ഈ വർഷം നിനക്ക് വിവാഹം ഉണ്ടാകും, ഈ വർഷം നിനക്ക് നല്ല ജീവിതം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കരമായി എന്നെ ആശംസിച്ചു. ഒപ്പം തന്നെ ഒത്തിരി പേര് വേദനിപ്പിക്കുകയും ചെയ്തു, നിനക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല, നിനക്കൊരു നല്ല കുടുംബം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം മോനെ, നിൻ്റെ ബാക്കി സഹോദരങ്ങൾക്ക് വിവാഹം നടക്കും, നീ അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക, അതിലൊന്നും പരിഭവപ്പെടരുത്. ഞാനതൊക്കെ ഏറ്റെടുത്തു, ഹൃദയത്തിൽ തന്നെ ഏറ്റെടുത്തു. മുറിവാണെങ്കിലും അത് അങ്ങനെ തന്നെ അവരോട് തർക്കിക്കാനോ വഴക്കിടാനോ പോയില്ല. പക്ഷേ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങനെ ഒരു കുടുംബജീവിതം എനിക്കുണ്ടെങ്കിൽ അങ്ങ് എനിക്ക് വേണ്ടി തരണമേ, അങ്ങ് ഒരുക്കി തരണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 30 വയസ്സായപ്പോൾ കൃത്യം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്തു തന്നു. എൻ്റെ അസ്ഥിയെ ദൈവം വെച്ചിരുന്നത്, ഞങ്ങളിപ്പോൾ താമസിക്കുന്ന നെയ്യാറ്റിൻകരയാണ്. ഏതാണ്ട് 2500 കിലോമീറ്റർ മാറി ബീഹാറിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് എൻ്റെ ഭാര്യയെ ദൈവം എനിക്ക് വേണ്ടി കരുതിയത്. ബീഹാറിലെ പൂർണി എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ് എൻ്റെ വൈഫിൻ്റെ വീടെന്ന് പറയുന്നത്. എൻ്റെ വൈഫിൻ്റെ പേര് പ്രേമലത എന്നാണ്. അവളും ഒരു മിഷണറിയാണ്. ഏതാണ്ട് 8 വർഷത്തോളം ദൈവരാജ്യത്തിന് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഏതൊക്കെ മേഖലയിലാണോ പരിമിതി ഉള്ളത് ആ മേഖലയെല്ലാം എൻ്റെ ഭാര്യ അതെല്ലാം പരിശുദ്ധാത്മാവിലൂടെ ചെയ്യുകയാണ്. ഞാൻ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, ഞാനൊരു 100% കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് കാശൊന്നും എൻ്റെ കയ്യിലില്ല, നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞൊരു കാര്യം, അങ്ങനെയൊന്നും എനിക്കൊരു പ്രശ്നമില്ല, ഇത് ദൈവവേലയുടെ ഒരു ഭാഗമായി ഞാൻ കണക്കാക്കാം, ഇത് ദൈവവേലയുടെ ഒരു ഭാഗമാണ്. കുടുംബജീവിതമാണ് സത്യമാണ്, പക്ഷെ അപ്പുറമായി ഒരു ഗ്രേഡ് ഇത് ദൈവവേലയുടെ ഒരു ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു എന്ന് പറയുകയും എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം നല്ലൊരു കുടുംബജീവിതം തന്നു. ഇന്ന് ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചിട്ട് വളരെ മനോഹരമായി ദൈവം എൻ്റെ ലൈഫിൽ ഓരോ അത്ഭുതം ചെയ്യുന്നു. എന്തുകൊണ്ട് ഞാൻ ഇത്രത്തോളം പറയുന്നെന്ന് പറഞ്ഞാൽ, 39 ദിവസം മാത്രം വിധി എഴുതി മരിച്ചു പോകുമെന്ന് പറഞ്ഞ എനിക്ക് നല്ല വിദ്യാഭ്യാസം ദൈവം തന്നു, നല്ല കഴിവുകളെ ദൈവം എനിക്ക് തന്നു, നല്ല ഓരോ കാര്യങ്ങളും എൻ്റെ നല്ല കൂട്ടുകാരെ എനിക്ക് തന്നു, നല്ല കുടുംബത്തെ തന്നു, നല്ല കുടുംബജീവിതം എനിക്ക് തന്നു. ഓരോ കാര്യങ്ങൾ ചെയ്ത് എൻ്റെ കർത്താവ് തന്നെങ്കിൽ ഈ കേൾക്കുന്ന നിങ്ങളോടും ഞാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞോട്ടെ, ആരും അനുഭവിക്കാത്ത വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ആരും അനുഭവിക്കാത്ത വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത ശുശ്രൂഷ, ആർക്കുമില്ലാത്ത വിടുതലുകൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് തരും. ഇങ്ങനെ ഞാൻ പറയുമ്പോഴും ഞാനൊരു ഇൻഹേലർ യൂസ് ചെയ്യുന്ന ഒരു ആസ്മ പേഷ്യൻ്റാണ്. ഡെയിലി 5ഉം 6ഉം ഇൻഹേലർ എടുക്കേണ്ട ഒരു വ്യക്തിയാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് കാഴ്ചയില്ല, ശബ്ദമില്ല, ശ്വാസമില്ല, എന്നാത്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം, എന്നെ അങ്ങ് എടുക്കുക കർത്താവേ, വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എന്നെ അങ്ങ് എടുത്തോളൂ കർത്താവേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയുണ്ടായി. നിരാശ വരുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, പ്രാർത്ഥിക്കുമല്ലോ, പല വേദനയിലൂടെ പല കാര്യങ്ങൾ പറയും. പക്ഷെ അങ്ങനെ ഞാനും പറഞ്ഞു, ദൈവമേ മതി കർത്താവേ. പക്ഷെ ദൈവം അന്ന് എന്നോട് പറഞ്ഞതാണ്,
ആരും അനുഭവിക്കാത്ത വേദന ഉണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത ശുശ്രൂഷ ദൈവം തരും. ഇന്ന് ആർക്കും ചെയ്യാൻ കഴിയാത്ത, ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ശുശ്രൂഷകളിലേക്ക് ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യേശു ഉണ്ടോ, നിങ്ങൾക്ക് സകലതും ഉണ്ടാകും. നിങ്ങൾ എവിടെ ജനിച്ചെന്നുള്ളതല്ല, നിങ്ങൾ ജനിച്ചെന്നുള്ളതാണ് ദൈവത്തിന് വിഷയം. നിങ്ങൾ ഏത് കൊട്ടാരത്തിൽ ജനിക്കുകയോ കുടിലിൽ ജനിക്കുകയോ ഏത് അവസ്ഥയിൽ ജനിച്ചാലും ജനിച്ചെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വിഷയം. നിങ്ങൾ ജനിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ മേലുള്ള നിയോഗങ്ങളെയും നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങളെ ദൈവം നിറവേറ്റി തരട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. അന്ധതയുടെ താഴ്വാരങ്ങളിൽ അകക്കണ്ണിൽ തെളിഞ്ഞ ക്രിസ്തു വെളിച്ചത്തിൽ സുവിശേഷത്തിനു വേണ്ടിയും ദൈവരാജ്യത്തിനു വേണ്ടിയും കുടുംബമായി ശുശ്രൂഷകൾ തുടരുന്ന സഞ്ചാര സുവിശേഷകനും ബീഹാറിൽ മിഷണറിയുമായ നെയ്യാറ്റിങ്കര സ്വദേശി നെവിൻ്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വിണ്ണുയർത്താവൻ വാനലോകമതിൽ ചെന്നു. ചാവിനെ വിണ്ണുയർത്താവൻ വാനലോകമതിൽ ചെന്നു. സാധുവിനെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു